എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 5 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷനും 3 സിനിമകളുടെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്ത് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കും OTT അപ്ഡേറ്റുകൾക്കുമായും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ബേസിൽ ജോസഫ് നസ്രിയ കൂട്ടുകെട്ടിന്റെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഫാമിലി ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ സൂക്ഷ്മദർശിനി. നിലവിൽ 3 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4,35,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. 3-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം 4 കോടിക്കടുത്ത് രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യം 3 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ കേരള കളക്ഷൻ 8 കോടി കടന്നിരിക്കുകയാണ്. ഏകദേശം 8,40,00,000 ചിത്രത്തിന്റെ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം ചിത്രം 3-ാം ദിവസമായി ഇന്നലെ 1 കോടിക്കടുത്ത് രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യം 3 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം 6 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10 കോടി ഗ്രോസ് കളക്ഷൻ കടന്ന സിനിമയുടെ ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 15 കോടി കടന്നിരിക്കുകയാണ്. അങ്ങനെ ബേസിൽ ജോസഫിന്റെ മറ്റൊരു സിനിമയും ബോക്സ് ഓഫീസിൽ വൻ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഷറഫുദ്ദീൻ ഐശ്വര്യലക്ഷ്മി കൂട്ടുകെട്ടിന്റെ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഹൊറർ കോമഡി ഫാമിലി വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ഹലോ മമ്മി. മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ നിലവിൽ 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 4-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 70 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,60,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ഹലോ മമ്മി എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ടൊരു ഫിഗർ വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 3 കോടിയിലേക്ക് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തിയിരിക്കുകയാണ്. വലിയ ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഈ ലോ ബഡ്ജറ്റ് ഫാമിലി കോമഡി ഹൊറർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം നവംബർ മാസം 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ സൂര്യനായകനെത്തിയ തമിഴിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ കങ്കുവ. നിലവിൽ 16 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന കങ്കുവ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ 16-ാം ദിവസമായി ഞായറാഴ്ച ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആകെ കേരള ഗ്രോസ് കളക്ഷൻ 6,52,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം 15 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 101 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ കങ്കുവ എന്ന സിനിമ 16-ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 2 കോടിക്കടുത്ത് രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ 16 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇതാ ഇപ്പോൾ 103 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 350 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ കങ്കുവ എന്ന സിനിമ സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ്. അതോടൊപ്പം തന്നെ സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഡിസാസ്റ്ററായും കങ്കുവ മാറിയിരിക്കുകയാണ്. അതേസമയം ഒക്ടോബർ മാസം 30-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ദീപാവലി പ്രമാണിച്ച് റിലീസിനെത്തിയ തമിഴിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ശിവകാർത്തികേയൻ നായകനെത്തിയ അമരൻ. ഇന്നലത്തോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 25 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ അമരൻ എന്ന സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചിത്രം 150 കോടി കടന്നിരിക്കുകയാണ്. അതേസമയം അമരൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 24 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 312 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 25 ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 315 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സിനിമ ഒക്ടോബർ മാസം 30-ാം തീയതി തന്നെ തിയേറ്ററുകളിലേക്ക് ദീപാവലി പ്രമാണിച്ച് റിലീസിനെത്തിയ തെലുങ്കിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ദുൽഖർ സൽമാൻ നായകനെത്തിയ ലക്കി ഭാസ്കർ. ഈ ഒരു സിനിമയും നിലവിൽ 25 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുമ്പോൾ 25 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 20 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ ആകെ കേരള ഗ്രോസ് കളക്ഷൻ 21,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയാണല്ലോ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് പോസ്റ്ററിൽ തന്നെ വന്നിരുന്നത്. അതുപ്രകാരം ചിത്രം 111 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ ഇന്ന് ഉച്ചയോടുകൂടി ചിത്രത്തിന്റെ അടുത്തൊരു പോസ്റ്ററാണ് പ്രതീക്ഷിക്കുന്നത്. അതുപ്രകാരം ചിത്രം 125 കോടി ക്ലബിൽ കയറുന്നുള്ള പോസ്റ്റർ ആയിരിക്കും വരാൻ പോകുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നത് നെറ്റ്ഫ്ലിക്സ് ആണല്ലോ. ചിത്രം ഈ വരുന്ന നവംബർ മാസം 30-ാം തീയതി നെറ്റ്ഫ്ലിക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ വിവിധ ഭാഷകളിൽ പാൻ ഇന്ത്യൻ ഭാഷകളിലായിരിക്കും ചിത്രം OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത സിനിമ കഴിഞ്ഞ വർഷം 2023 വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാള സിനിമയാണല്ലോ മദനോത്സവം. ആ സമയത്ത് മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ ഒരുപാട് സിനിമ പ്രേക്ഷകരാണ് ചിത്രത്തിന്റെ OTT റിലീസിന് കാത്തിരിക്കുന്നത്. അതുപ്രകാരം ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമാണ്. ചിത്രം അടുത്ത മാസം ഡിസംബർ മാസത്തിൽ ആദ്യവാരം മനോരമ മാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ മദനോത്സവം എന്ന സിനിമ OTT റിലീസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സിനിമ ഒക്ടോബർ മാസം അവസാന വാരം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത് മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ പല്ലോട്ടി 90 കിഡ്സ്.
ഈ ഒരു ചിത്രത്തിൻ്റെയും OTT അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വർഷത്തിൽ തന്നെ ഡിസംബർ മാസത്തിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കും OTT അപ്ഡേറ്റുകൾക്കുമായും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.